നമസ്കാരം. ഈസി മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ്. ടൈപ്പ് 1, ടൈപ്പ് 2 ഇത് രണ്ടുമാണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ വീഡിയോ സീരീസ് ഫുള്ള് കാണുവാണെങ്കിൽ ഒരു LGS തൊട്ട് ഡിഗ്രി തലം വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടുന്ന കംപ്ലീറ്റ് പോർഷൻ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ സാധാരണ പലിശ നമ്മളൊരു 10,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നു എന്ന് വിചാരിക്കുക. 10,000 രൂപ 10% ഇൻട്രസ്റ്റ് ആണ് ബാങ്കുകാർ തരുന്നത് എന്നും കൂടെ ഒന്ന് വിചാരിച്ചേക്കുക. ഓക്കെ, 10,000 രൂപ 10% ഇൻട്രസ്റ്റ് വ്യവസ്ഥയിൽ നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. സാധാരണ പലിശയാണ് ബാങ്ക് തരുന്നതെങ്കിൽ ഒറ്റ അർത്ഥമുള്ളൂ, ഈ 10,000-ന്റെ 10% എത്രയാണ്? 10,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു 0 ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയാവും. 10,000-ന്റെ 10% അല്ലെങ്കിൽ നമുക്കറിയാം 1000 ആണ് അല്ലേ? ഈ 0 കട്ട്, ഈ 0 കട്ട് 1000 രൂപ. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഒന്നാമത്തെ വർഷം നമുക്ക് 1000 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷവും നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിച്ച എമൗണ്ട് 10,000 രൂപയാണ്. അതിന്റെ 10% 1000 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ വർഷവും നമുക്ക് 1000 രൂപ തന്നെ കിട്ടും. നാലാമത്തെ വർഷവും നമുക്ക് 1000 രൂപ തന്നെ കിട്ടും. അങ്ങനെ 4 വർഷം കൊണ്ടപ്പോൾ മൊത്തം ഇൻട്രസ്റ്റിനെത്തി നമുക്ക് എത്ര കിട്ടി? 4,000 രൂപ കിട്ടി. ശരിയല്ലേ? ഒന്നാം വർഷം 1000 രൂപ കിട്ടുന്നു, രണ്ടാം വർഷം 1000 രൂപ കിട്ടുന്നു, മൂന്നാം വർഷം 1000 രൂപ കിട്ടുന്നു, നാലാം വർഷം 1000 രൂപ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് സാധാരണ പലിശ. അതായത് നമ്മുടെ എമൗണ്ട് മുതൽ അതിൻ്റെ പലിശ നിരക്ക് നമ്മൾ നോക്കുന്നു. 10% ആണെങ്കിൽ 10,000-ന്റെ 10% 1000 രൂപ. അത് ഓരോ വർഷവും തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സാധാരണ പലിശ. വേറെ ഒരു പ്രശ്നമില്ല. 10,000 രൂപ നമ്മൾ നിക്ഷേപിച്ചു, 10% 1000 തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സാധാരണ പലിശ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. സാധാരണ പലിശ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. I = PNR/100. ചുമ്മാ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. എല്ലാ ക്വസ്റ്റിനും ഉത്തരം സോൾവ് ചെയ്യാൻ ഇത് മതിയാവും പഠിച്ചാൽ. ഓക്കെ, അപ്പൊ I = PNR/100. I എന്ന് പറഞ്ഞാൽ പലിശയാണ്. ഇത് പലിശ. P എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, മീൻസ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തുക. അതാണ് P എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്, വർഷം. ഓക്കെ, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി വേറെ ഒരു കാര്യം കൂടെ ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പ് 1 അങ്ങ് പോകാവുന്നതാണ് വെറുതെ. അപ്പൊ നമ്മളൊരു 10,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി 10% നിരക്കിലാണ് ഇടുന്നത്. അപ്പം 10,000-ന്റെ 10% 1000 രൂപ വെച്ച് നമുക്ക് വർഷം കിട്ടും. 4 വർഷമാകുമ്പോൾ 4,000 രൂപ മൊത്തത്തിൽ ഇൻട്രസ്റ്റിനെത്തി കിട്ടും. അപ്പൊ 4 വർഷമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, 10,000-ന്റെ 10% 4 വർഷവും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ 10% × 4 40% എന്ന് കിട്ടും. ഈ 10,000-ന്റെ 40% കണ്ടുപിടിച്ചാൽ മതി. അതായത് 10,000-ന്റെ 10% ഓരോ വർഷവും കിട്ടും. ഒന്നാം വർഷവും 10% കിട്ടും, രണ്ടാം വർഷവും 10% കിട്ടും, മൂന്നാം വർഷവും 10% കിട്ടും, നാലാം വർഷവും 10% കിട്ടും. അങ്ങനെ 4 വർഷം കൊണ്ട് മൊത്തത്തിൽ നമുക്ക് അപ്പം 40% കിട്ടും. അതായത് 10,000-ന്റെ 40%. അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ജസ്റ്റ് 4,000 രൂപ ഇട്ട് ഇൻട്രസ്റ്റ് ക്ലിയർ ആണോ? ഒന്നുകൂടെ, 8,000 രൂപ നമ്മൾ 5% പലിശ നൽകുന്ന ബാങ്കിൽ 6 വർഷത്തേക്ക് നിക്ഷേപിച്ച്, അപ്പൊ യഥാർത്ഥത്തിൽ 5% വെച്ച് 6 വർഷവും കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റിനെത്തി നമുക്ക് എത്ര ശതമാനം കിട്ടും? 30% കിട്ടത്തില്ലേ? അതായത് ഒന്നാം വർഷം 5%, രണ്ടാം വർഷം 5%, മൂന്നാം വർഷം 5%, അങ്ങനെ 6 തവണ 5% കിട്ടും. അപ്പൊ 6 × 5 30% കിട്ടും. എന്നിട്ട് നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ അത്രയേ ഉള്ളൂ. അപ്പൊ 8,000-ന്റെ 30% അത് കണ്ടുപിടിച്ചാൽ മതി. 0 2 കട്ട് ചെയ്ത് പോയി 8 3 24 2400. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞതാ. ഇത് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ച് നമുക്കെല്ലാം സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ടൈപ്പ് 1. ആദ്യ ചോദ്യം, സാധാരണ പലിശയിൽ ഒരു തുക 3 ഇരട്ടിയാകാൻ 25 വർഷം എടുത്തു. പലിശ നിരക്ക് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, നമുക്കിത് നോർമൽ I = PNR/100 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. 2, ഇത് ചെയ്യാൻ മറ്റൊരു എളുപ്പ വഴിയും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എളുപ്പവഴി പറഞ്ഞുതരാം. അത് ഫോളോ ചെയ്താൽ മതി. അതാണ് ഫോളോ ചെയ്യേണ്ടത്.
പിന്നെ ഇതിന്റെ I=PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് വെച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചും കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ തുടർ ക്വസ്റ്റ്യൻ അല്ല, എളുപ്പവഴി കൂടെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക്, സാധാരണ പലിശയിൽ ഒരു തുക 3 ഇരട്ടിയാകാൻ. അപ്പൊ നമ്മൾ സാധാരണ പലിശയിൽ 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി ഇങ്ങനൊരു വാക്കുണ്ട് എങ്കിൽ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അത് 3 ഇരട്ടി എന്ന് കിടക്കുന്നത്. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3 ടൈംസ് എന്നാണ്. അപ്പൊ സാധാരണ പലിശയിലെ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിനകത്ത് ഒരു ക്വസ്റ്റ്യനകത്ത് 3 ടൈംസ് എന്ന് കിടക്കുന്നുണ്ട്, 3 ഇരട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇക്വേഷൻ എഴുതാം. എന്താണെന്ന് വെച്ചാൽ NR ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3ൽ നിന്ന് 1 കുറയ്ക്കുക 2, എന്നിട്ട് അതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ 200. ഇതാണ് നമ്മുടെ റിസൾട്ട്. NR ഈസ് ഈക്വൽ ടു 200. ഓക്കെ, ഒരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. ഇനി സാധാരണ പലിശയിൽ 5 ടൈംസ് 5 ഇരട്ടി എന്ന് കിടക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അതിനകത്ത് 5 ഇരട്ടി എന്ന് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ NR ഈസ് ഈക്വൽ ടു NR, N എന്ന് പറഞ്ഞാൽ വർഷം, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 5ൽ നിന്ന് 1 കുറയ്ക്കുക 4, ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ 400. ഇതാ റിസൾട്ട്. ഓക്കെ, ഒരു 6 ടൈംസ് എന്ന് കിടക്കുന്നുണ്ട്, 6 ടൈംസ്. അങ്ങനെയാണ് എന്തോ റിസൾട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. NR ഈസ് ഈക്വൽ ടു 6ൽ നിന്ന് 1 കുറച്ചു 5 ഇൻറ്റു 100, 500. 12 ടൈംസ് എന്ന് കിടക്കുന്നുണ്ട്, എന്തോ റിസൾട്ട് 12 ടൈംസ്. NR ഈസ് ഈക്വൽ ടു സാധാരണ പലിശയിലാണേ 12ൽ നിന്ന് 1 കുറയ്ക്കുക 11 ഇൻറ്റു 100. ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം സാധാരണ പലിശയിൽ ഒരു തുക 3 ഇരട്ടിയാകാൻ 25 വർഷം എടുത്തു. അപ്പോൾ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്തോ റിസൾട്ട്? NR ഈസ് ഈക്വൽ ടു 3ൽ നിന്ന് 1 കുറയ്ക്കുക 2 ഇൻറ്റു 100, 200. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് തന്നേക്കുന്നത് 25 വർഷം N തന്നിട്ടുണ്ട്, N. അപ്പൊ ഈ N-ന്റെ സ്ഥാനത്ത് 25 ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 25 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഇതിൽ നിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ 6. R ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 25. ഈ 2 0 എന്ന് പറഞ്ഞാൽ 100. അപ്പൊ 100 25 കൂടെ കട്ട് ചെയ്ത് 4, 4 ഇൻറ്റു 2 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ സംഭവം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോരുതേ. നമ്മുടെ ഉത്തര സംഭവം ഇത് വെച്ചാൽ നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്നത്. നമുക്ക് നോർമലി ഇതൊന്ന് ചിന്തിച്ചു നോക്കാം, ചുമ്മാ വെറുതെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഉത്തരമൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും സാധാ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്താലോ. I is equal to PNR/100. ഇത് നമ്മുടെ നോർമൽ റിസൾട്ട്. ഓക്കെ, സാധാരണ പലിശയിൽ ഒരു തുക 3 ഇരട്ടിയായി എന്നുവെച്ചാൽ ഞാനൊരു X എമൗണ്ട് കൊണ്ടിട്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ P എമൗണ്ട് കൊണ്ടിട്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് P ആയിരുന്നു, P അല്ലെങ്കിൽ X എമൗണ്ട് കൊണ്ടിട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊണ്ടിട്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 1000 രൂപ കൊണ്ടിട്ടാൽ, ബാങ്കിൽ കൊണ്ടുവിട്ടാൽ അത് 3 ഇരട്ടി ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ 1000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കുറേ വർഷം, 25 വർഷം എടുത്ത് 3 ഇരട്ടി ആവാൻ. മീൻസ് 3000 രൂപ ബാങ്ക് ബാലൻസ് കാണിച്ചത് 25 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു. 1000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടു, 25 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ 3000 രൂപ അടക്കുന്നു. അപ്പോൾ 3 ഇരട്ടിയായില്ലേ? ഓക്കെ, അപ്പോൾ 1000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടു, ഒരു 25 വർഷം കഴിഞ്ഞ് എന്ന് നോക്കിയപ്പോൾ ബാങ്ക് ബാലൻസ് 3000 രൂപ. അപ്പോൾ 3 ഇരട്ടിയായി. ക്ലിയർ അല്ലേ? ഈ 3000 രൂപയിൽ 1000 രൂപ എൻ്റെയാണ്, ബാക്കി ഇൻട്രസ്റ്റ് ആണ്, 2000 രൂപ ഇൻട്രസ്റ്റ്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 1000 രൂപ കൊണ്ടിട്ട് 3 ഇരട്ടി ആവണമെങ്കിൽ 2 ഇരട്ടി, അതിന്റെ 2 ഇരട്ടി പലിശ എനിക്ക് കിട്ടണം. 2 ഇരട്ടി പലിശ കിട്ടപ്പം നമ്മുടെ മുതലൂടെ ചേർന്ന് 3 ഇരട്ടിയാവും. ക്ലിയർ അല്ലേ? ഞാൻ 1000 രൂപ കൊണ്ടിടുന്നു, അത് 5 ഇരട്ടി ആവണം. 5 ഇരട്ടി ആവണമെന്ന് പറഞ്ഞാൽ 5000 രൂപ ആവണം. 5000 രൂപ ആവണമെങ്കിൽ അത് 1000 രൂപ നമ്മുടെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 4000 രൂപ നമ്മുടെ പലിശ. ഇത് പലിശ, ഇത് നമ്മുടെ മുതൽ. 1000 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു, അത് 5 ഇരട്ടി അഥവാ 5000 രൂപയാകണം. അപ്പോൾ 5000 രൂപ ആകണമെങ്കിൽ 1000 രൂപ നമ്മുടെ മുതല, 4000 രൂപ പലിശ കിട്ടണം. എന്നുവെച്ചാൽ 4 ഇരട്ടി പലിശ കിട്ടിയ 5 മടങ്ങാവും, 2 ഇരട്ടി പലിശ കിട്ടിയ 3 മടങ്ങാവും. ക്ലിയർ അല്ലേ? അപ്പോൾ P എന്ന് പറയുന്നത് എത്ര ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 3 മടങ്ങാവണം, 3P. അപ്പോൾ 3P ആവണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിനെത്തി എത്ര കിട്ടണം? അതിന്റെ 2 മടങ്ങ് കിട്ടണം. 1000 രൂപ 3000 രൂപ ആവണമെങ്കിൽ 1000ന്റെ 2 മടങ്ങ് 2000 രൂപ എനിക്ക് പലിശ കിട്ടണം. P 3 ഇരട്ടി ആവണമെങ്കിൽ Pയുടെ 2 ഇരട്ടി പലിശ എനിക്ക് കിട്ടണം. അപ്പോൾ ആ 2 ഇരട്ടിയും പിന്നെ നമ്മുടെ പ്രിൻസിപ്പലിലൂടെ ചേർന്ന് 3 ഇരട്ടി ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര? 2P ആയിരിക്കും. ഞാൻ പ്രിൻസിപ്പൽ എമൗണ്ട് P കൊണ്ടിടുന്നു, ഇൻട്രസ്റ്റ് എനിക്ക് 2 മടങ്ങാവുന്നു.
അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് 2B-യും P-യും കൂടെ ചേർന്ന് എനിക്ക് 3P കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എല്ലാം കിട്ടും. I 2P, P തന്നെ, N എത്ര വർഷമോ 25 വർഷം ഇൻറ്റു 6 കണ്ടുപിടിക്കണം /100. ക്ലിയർ അല്ലേ? ഈ 25 100 കട്ട് ചെയ്ത് 4, ഈ P-യും P-യുടെ കട്ട് 4 ഇപ്പുറത്ത് കൊണ്ടുവന്ന് 8 = 6. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. ഇതാ ഇതിൻ്റെ യഥാർത്ഥ ചിന്ത. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു പോകട്ടെ. ഇതിനകത്തൊന്നും നിങ്ങൾ ഒരു കാര്യം എന്തായാലും പിടികിട്ടിയില്ലേ? നമുക്ക് സാധാരണ പലിശയിൽ ഒരു തുക 5 മടങ്ങാവണമെങ്കിൽ പലിശ 4 മടങ്ങ് കിട്ടണം. സാധാരണ പലിശയിൽ ഒരു തുക 10 മടങ്ങാവണമെങ്കിൽ പലിശ നമുക്ക് 9 മടങ്ങ് കിട്ടിയിട്ടുണ്ടാവണം. ശരിയല്ലേ? 1000 രൂപ കൊണ്ടിട്ട് 10000 രൂപ ആവണമെങ്കിൽ 9000 രൂപ പലിശ കിട്ടണം. 9 മടങ്ങ്, 1000ന്റെ 9 മടങ്ങ് പലിശ കിട്ടണം. ഓക്കെ, ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ സംഭവം സിമ്പിളാണ്. അപ്പോൾ ഇത് എളുപ്പവഴി നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല, എളുപ്പവഴി വെച്ച് തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ചോദ്യം നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ പലിശയിൽ ഒരു തുക 30 വർഷം കൊണ്ട് 7 മടങ്ങായി. 7 മടങ്ങ്, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സാധാരണ പലിശയിൽ ഒരു തുക 7 മടങ്ങായി. ഇപ്പൊ 7 മടങ്ങ് നേട്ടാൽ എന്തോ റിസൾട്ട്? NR. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മടങ്ങ്. 7 1 കുറയ്ക്കുക 6 × 100 600. അപ്പൊ സാധാരണ പലിശയിൽ ഒരു തുക 30 വർഷം കൊണ്ട് 7 മടങ്ങായി. അപ്പൊ 30 വർഷമായി NR തന്നേക്കുന്നത്. പലിശ നിരക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ? ഓക്കെ, പലിശ നിരക്ക് എത്രയാണ്? ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് N തന്നിട്ടുണ്ട് 30. അപ്പൊ 30 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അപ്പൊ ഇതിൽ നിന്ന് 6 കണ്ടുപിടിച്ചാൽ പോരെ? 6 = 600/30. 0 കട്ട് 20 ഇട്ടു 20%. അപ്പൊ 6 കിട്ടി 20%. ഓപ്ഷൻ ബി. സാധാരണ പലിശയിൽ ഒരു തുക 8% പലിശ നിരക്കിൽ 5 മടങ്ങാവാൻ എത്ര വർഷം വേണം? ഇതിനകത്ത് സാധാരണ പലിശ 5 മടങ്ങ്. 5 മടങ്ങിന്റെ റിസൾട്ട് എന്താണ് 5 മടങ്ങിന്റെ റിസൾട്ട്? NR = 400. ഓക്കെ, 8% പലിശ നിരക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ 6 തന്നേക്കുന്നത്. N × 6. 6 എന്ന് പറഞ്ഞാൽ 8%. ദാറ്റ് ഈസ് ഈക്വൽ ടു 400. 6ന്റെ സ്ഥാനത്ത് 8 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ N കണ്ടെത്താൻ 8 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. പരിപാടി ഞാൻ കഴിഞ്ഞു. 400/8. 8 5 40 50 വർഷം. ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ, പരിപാടി തീർന്നു. ടൈപ്പ് 1-ലെ അവസാനത്തെ ഒരു ചോദ്യം. സാധാരണ പലിശയിൽ ഒരു തുക 10% പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് 3/2 മടങ്ങാവും? 2-ൽ 3 മടങ്ങാവും. ഓക്കെ, ഇവിടാണ് നമ്മൾ പിടിക്കേണ്ടത്. സാധാരണ പലിശ 2-ൽ 3 മടങ്ങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര മടങ്ങാവോ അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. ഓക്കെ, NR ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മടങ്ങാവും? 3/2 മടങ്ങ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ നമ്മുടെ റിസൾട്ട്. 5 മടങ്ങാവുകയാണെങ്കിൽ NR = 5 ൽ 1 മൈനസ് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ൽ 1 മൈനസ് ചെയ്താൽ 4, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400. ഇത് നമുക്ക് ഇച്ചിരി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വേണേൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നമുക്ക് റിസൾട്ട് എഴുതാം. NR = 3/2 ൽ 1 പോട്ടെ, ക്രോസ് ചെയ്താൽ മതി. 3 - 2 ഇതിൻ്റെ അടിയിലോട്ട് വന്നിട്ട് ക്രോസ് ചെയ്യാം. 3 - 2 × 1 2/2 × 100. അതായത് NR = ഈ 2ഉം 100 കൂടെ കട്ട് ചെയ്യാം 50. 3 ൽ 2 പോയാൽ നമുക്ക് 1 കിട്ടും. 1 × 50 50. ഇതാ റിസൾട്ട്. ഓക്കെ, 3/2 മടങ്ങാവുകയാണെങ്കിൽ റിസൾട്ട് ഇതിനകത്ത് എത്തും. നമുക്ക് ഇതിനകത്ത് അറിയാവുന്നത് ആരുണ്ട്? N അറിഞ്ഞൂടാ, കണ്ടുപിടിക്കണം. R അറിയാം 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പൊ N എത്ര കിട്ടി? 50/10. 5 വർഷം. N 5 വർഷം. ഓപ്ഷൻ സി. ഓക്കെ, വളരെ ഈസിയാണ്. നമുക്ക് ടൈപ്പ് 2-ലേക്ക് പോവാം. സാധാരണ പലിശയിൽ ഒരു തുക 3 മടങ്ങാകാൻ 24 വർഷം എടുത്തു എങ്കിൽ അത് 6 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. ഓക്കെ, നേരത്തെ ചെയ്തതിൻ്റെ അതേ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാം. അതിനേക്കാൾ എളുപ്പവഴിയിൽ മറ്റൊരു വഴി കൂടെയും ചെയ്യാം. രണ്ടും കാണിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു, ആദ്യത്തെ കഴിഞ്ഞ ടൈപ്പ് 1-ന്റെ തുടർച്ചയായിട്ട് ഞാനൊന്ന് ചെയ്യുവാണേ. അതിലും എളുപ്പവഴി വേറെ ഉണ്ട്, പറഞ്ഞുതരാം. അപ്പൊ 3 മടങ്ങുന്നത് സാധാരണ പലിശയാ. അപ്പൊ 3 മടങ്ങുന്നതായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3 മടങ്ങിന് എന്ത് എഴുതാം? NR =
3 ൽ 1 കുറച്ചാൽ 2 ഇൻറ്റു 100 200. ഇങ്ങനെ റിസൾട്ട് എഴുതാൻ പറ്റും. അപ്പൊ NR = 200. കാരണം 3 മടങ്ങ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ചോദ്യം കിടപ്പുണ്ട്. ഇനി 3 മടങ്ങാവാൻ 24 വർഷം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ N തന്നിട്ടുണ്ട് 24. 24 × 6 = 200. അപ്പൊ ഇതിൽ നമുക്ക് 6 കിട്ടും. 200 / 24. 6 നമ്മുടെ ലക്ഷ്യമല്ല, പക്ഷെ 6 നമുക്ക് ആവശ്യമുണ്ട് മുമ്പോട്ട് പോകാൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം 6 അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, എത്രങ്ങാണ്ട് വർഷമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 6 ഇതേപടി അങ്ങ് വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി അടുത്ത, എങ്കിൽ 6 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും എന്നാ ക്വസ്റ്റ്യൻ. 6 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും? അപ്പൊ 6 മടങ്ങിന് നമുക്ക് അടുത്ത റിസൾട്ട് എഴുതിക്കൂടെ? സാധാരണ പരീക്ഷയിൽ 6 മടങ്ങിന് എന്തോ അടുത്ത റിസൾട്ട് NR. that is 6 ൽ 1 കുറയ്ക്കുക 5 × 100. ഇതിൽ 6 കിട്ടിയിട്ടുണ്ട്. N നമുക്ക് കണ്ടുപിടിക്കണം. 6 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ N 6 എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 200 / 24. that is 500. ഓക്കെ, ഇതിൽ 200 / 24 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. ഇന്ത്യ തേക്കുന്ന ഫ്രാക്ഷൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് 24 / 200. ഈ 2 0 ഈ 2 0 കട്ട്, 2 24 കട്ട് ചെയ്ത് 12. 12 × 5 60 വർഷം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, അതായത് നേരത്തെ ചെയ്തതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ചെയ്തു പോവാം. അല്ലെങ്കിൽ മറ്റൊരു എളുപ്പവഴിയുണ്ട്, കുറച്ചും കൂടി ഈസികരമായിട്ടുള്ള വഴി. സാധാരണ പലിശയിൽ ഒരു തുക 3 മടങ്ങാവാൻ 24 വർഷം എടുത്തു എങ്കിൽ 6 മടങ്ങാവാൻ എത്ര വർഷം എന്നാണ്. അപ്പൊ സാധാരണ പലിശയിൽ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, സാധാരണ പലിശയിൽ ഒരു തുക വളർന്നു പോകണമെങ്കിൽ അവിടെ പലിശയാണ് വളരുന്നത്. അതായത് ഒരു തുക 5 മടങ്ങാവണമെങ്കിൽ 4 മടങ്ങ് പലിശ കിട്ടണം. ഒരു തുക 6 മടങ്ങാവണമെങ്കിൽ 5 മടങ്ങ് പലിശ കിട്ടണം. ഒരു തുക 10 മടങ്ങാവണമെങ്കിൽ 9 മടങ്ങ് പലിശ കിട്ടണം. അതായത് ഒരു തുക 3 മടങ്ങ് ആവണമെങ്കിൽ 2 മടങ്ങ് പലിശ കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് വെട്ടിയിട്ട് 2 മടങ്ങ് പലിശ എന്ന് എഴുതാം. അവിടെ വളരുന്ന പലിശയാണ്. മുതൽ അവിടെ ഇങ്ങനെ സമാധാനമായിട്ട് മാറിയിരിക്കും, പലിശ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു തുക 3 മടങ്ങാണെങ്കിൽ 2 മടങ്ങ് പലിശ കിട്ടണം. അപ്പൊ 2 മടങ്ങ് പലിശയ്ക്ക് 24 വർഷം കാത്തിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 6 മടങ്ങ് ആവണമെങ്കിൽ എത്ര പലിശ കൂടണം? 5 മടങ്ങ് പലിശ കിട്ടണം. അപ്പൊ 5 മടങ്ങിന് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതായത് 2 മടങ്ങ് പലിശയ്ക്ക് 24 വർഷം. അങ്ങനെയാണെങ്കിൽ 5 മടങ്ങ് പലിശയ്ക്ക് എത്ര വർഷവും നോക്കിയാൽ മതി. 5 മടങ്ങ് പലിശ കിട്ടപ്പോഴാണല്ലോ ആ തുക 6 മടങ്ങാകുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇതിനെ ക്രോസ് ചെയ്താൽ മതി. 2 മടങ്ങിന് 24 വർഷം, 5 മടങ്ങിന് എത്ര? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ 2 മടങ്ങിന് 24 വർഷമാണെങ്കിൽ 5 മടങ്ങിന് എത്ര? ക്രോസ്. എതിരായിട്ട് നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 24 ബൈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 24 കട്ട് ചെയ്ത് 12. 12 5 60 വർഷം. ക്ലിയർ അല്ലേ? അപ്പൊ 60 വർഷം. ശ്രദ്ധിക്കുക, ഇവിടെ 3 മടങ്ങിന് 24, 6 മടങ്ങിന് എത്രയാണെന്ന് കണ്ടെത്താൻ ഇവിടെ ക്രോസ് ചെയ്താൽ തെറ്റി അങ്ങ് പോകും കേട്ടോ. അപ്പൊ പലിശ നിരക്കിൽ നിങ്ങൾ കാണുന്നത് പോണൊക്കെ എഴുതി ക്രോസ് ചെയ്താൽ തെറ്റിപ്പോകും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് 1 കുറച്ച് ഇങ്ങോട്ട് എഴുതുക, ഇവിടെ 1 കുറച്ച് എഴുതുക, എന്നിട്ട് ക്രോസ് ചെയ്ത് ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് 1 കുറയ്ക്കുന്നതെന്ന് ആദ്യം തൊട്ട് തുടർച്ചയായി കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് തൊട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടെ പറയുക, 1000 രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടു, നമുക്ക് 5 മടങ്ങ് 5000 രൂപ കിട്ടണം. അപ്പോൾ 1000 രൂപ കൊണ്ടിട്ടിട്ട് 5000-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 4000 രൂപ ബാങ്ക് പലിശ തന്നേ പറ്റും. 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ബാങ്കിൽ കിടപ്പുണ്ട്. ഒരു 4000 രൂപയും കൂടെ പലിശ വരുമ്പോൾ 5000 രൂപയാവും. ഓക്കെ, 5 മടങ്ങാവണമെങ്കിൽ പലിശ 4 മടങ്ങ് കിട്ടണം. അതാ കൺസെപ്റ്റ്. ഒരു തുക 3 മടങ്ങാവണമെങ്കിൽ പലിശ 2 മടങ്ങ് കിട്ടണം. 2 മടങ്ങിന് 24 വർഷം. ഒരു തുക 6 മടങ്ങാവണമെങ്കിൽ പലിശ 5 മടങ്ങ് കിട്ടണം. അപ്പൊ 5 മടങ്ങ് പലിശ ഇട്ടാൽ എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും? ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ കൊണ്ടിട്ടിട്ട് പലിശയ്ക്കാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എനിക്ക് എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇപ്പൊ 2 മടങ്ങിന് 24 വർഷമാണെങ്കിൽ 5 മടങ്ങിന് എത്ര? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് കാണാപ്പാടം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. 3 മടങ്ങിന് 1 കുറയ്ക്കുക, 2 6 മടങ്ങിന് 1 കുറയ്ക്കുക 5. 2-ന് 24 ആണെങ്കിൽ 5-ന് എത്രയാണെന്ന് നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. 2-ന് 24 ആണെങ്കിൽ 5-ന് എത്ര? ക്രോസ്. എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 12 5 60 എട്ടുന്നു, പരിപാടി തീരുന്നു. ഓക്കെ ആണേ.
സാധാരണ പലിശയിൽ ഒരു തുക ഇരട്ടിയാവാൻ 10 വർഷം എടുക്കുന്നു. ഇരട്ടിയാവാൻ, സാധാരണ പലിശയിൽ ഒരു തുക ഇരട്ടിയാവുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാവാൻ 10 വർഷം എടുക്കുന്നു. എങ്കിൽ അത് 5 മടങ്ങാവാൻ എത്ര വർഷം വേണം? 5 മടങ്ങാവാൻ എത്ര വർഷം വേണം? ഇവിടെ ഇട്ട് ക്രോസ് ചെയ്ത പരിപാടി അങ്ങ് തീർന്നു, തെറ്റിപ്പോയി. 2 മടങ്ങാവണമെങ്കിൽ പലിശ 1 മടങ്ങ് കിട്ടണം. ഓക്കെ, അപ്പോൾ 1 മടങ്ങ് പലിശയ്ക്കാണ് 10 വർഷം കാത്തിരുന്നത്. ഒരു തുക 5 മടങ്ങാവണമെങ്കിൽ 4 മടങ്ങ് പലിശ കിട്ടണം. 4 മടങ്ങ്. അപ്പൊ 4 മടങ്ങിന് എത്ര കാത്തിരിക്കണം? ജസ്റ്റ് ഇതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, ക്രോസ്. ഈ സാധനം കണ്ടുപിടിക്കണം നമുക്ക്. ഇത് കണ്ടെത്താം. 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടെത്തണം. എതിരായിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. എതിരായിട്ടുള്ളത് 4ഉം 10 മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനകത്ത് ഒരാളല്ലേ ഉള്ളൂ, അയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരെണ്ണം എടുത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പം ആ ഒരെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. 4 × 10 40. 40 × 1 എത്ര? 40 വർഷം. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണ പലിശയിൽ ഒരു തുക 4 മടങ്ങാവാൻ 60 വർഷം. 4 മടങ്ങിന് 60 വർഷം. എങ്കിൽ 8 മടങ്ങാവാൻ എത്ര വർഷം? 8 മടങ്ങിന് എത്ര വർഷം? ഓക്കെ, അപ്പൊ 4 മടങ്ങാവണമെങ്കിൽ 1 കുറയ്ക്കുക. 3ന് 60. ഇവിടെ 8 മടങ്ങിന് 1 കുറയ്ക്കുക. 7ന് എത്ര? ഇതാ കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാ? 4 മടങ്ങാവണമെങ്കിൽ 3 മടങ്ങ് പലിശ കിട്ടണം. അപ്പൊ 3 മടങ്ങ് പലിശയ്ക്ക് എത്ര വർഷം കാത്തിരിക്കണം? 60 വർഷം കാത്തിരിക്കണം. 8 മടങ്ങാവണമെങ്കിൽ എനിക്ക് കിട്ടുന്നത് പലിശയാണ്. പലിശ കുറെ കിട്ടിയാലേ 8 മടങ്ങാവത്തുള്ളൂ. അപ്പൊ എത്ര പലിശ കിട്ടണം? 7 മടങ്ങ് പലിശ കിട്ടണം. അപ്പൊ 7 മടങ്ങിന് എത്ര നാൾ കാത്തിരിക്കണം? ക്രോസ്. എതിരായിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 60. ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ഉം 60 കൂടെ കട്ട് ചെയ്യുക. 20. 20 × 7 140 വർഷം. 140 വർഷം കാത്തിരിക്കേണ്ടി വരും. ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുവാണ്. ടൈപ്പ് 1, 2 ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇതിൻ്റെ ബാക്കി കഥ തുടർ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ് സാധാരണ പലിശയുടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.